സതീശനാണ് കേരള മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു. ഏറെ നാളത്തെ ഫ്ലെക്സ് യുദ്ധം ജാഥകൾക്ക് ശേഷമാണ് സതീശൻ ഈ കാര്യം നേടിയെടുത്തത്. ശക്തമായ പിന്തുണ മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്നും ഉണ്ടാവുകയും താൻ നയിച്ചതാണ് പട എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുകയും ചെയ്തതാണ് സതീശന്റെ വിജയത്തിന് കാരണം. തീർച്ചയായിട്ടും അതിന് അർഹതപ്പെട്ട ആളാണ് സതീശൻ. 5 വർഷം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വഹിച്ചുകൊണ്ട് ഭംഗിയായി പിണറായിയെ എതിർക്കുകയും ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കുകയും വേറെ ഗ്രൂപ്പുകളിയോ മറ്റോ ഇല്ലാതെ കോൺഗ്രസിനെ കൊണ്ടു നടക്കുകയും ചെയ്ത കാര്യത്തിൽ സതീശൻ അതീവ ശ്രദ്ധാലുവായിരുന്നു. അതിൽ വിജയിക്കുകയും ചെയ്തു. സതീശന് മുഖ്യമന്ത്രി ആയതിന് അഭിനന്ദനങ്ങൾ. ഇനി സതീശൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് മാത്രമായി അല്ലെങ്കിൽ വേറൊരു മന്ത്രിസ്ഥാനം ഏൽക്കാതെ വലിയ കാര്യപ്പെട്ട പൊസിഷനുകളിൽ ഇരിക്കാതെ വന്ന ആദ്യത്തെ നേതാവായിരിക്കും ഇത്. ഇനി അങ്ങനെയല്ലാതെ വേറെ നേതാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഞാനത് തിരുത്താൻ തയ്യാറാണ്. ഭരണപരിചയം കുറവാണ് എന്നത് ചെറുപക്ഷെ സതീശന് ഒരു വിനയാകാം. എന്നിരുന്നാലും ഭരണപരിചയം ഉള്ള രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ പോലെയുള്ളവർ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നം തൽക്കാലത്തേക്ക് നമുക്ക് വിട്ടുകളയാം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും പോലെയുള്ള സ്റ്റാൽവാർഡ്സിനെ മാറ്റിക്കൊണ്ടാണ് VD സതീശൻ ഇതിലേക്ക് കയറി വന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയെ വെട്ടി ഇതിലേക്ക് വരാനുണ്ടായ കാരണം രമേശ് ചെന്നിത്തല 5 വർഷം കാര്യമായിട്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. എന്നാൽ അതുമൂലമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന തോന്നൽ വന്നാൽ തീർച്ചയായും ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് ശക്തമായ പിടിമുറുക്കിക്കൊണ്ട് തൻ്റെ ഗ്രൂപ്പിനെ പ്രവർത്തിപ്പിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും സതീശന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ശക്തമായ പ്രതിഷേധം RC അറിയിച്ചു കഴിഞ്ഞു. എന്നാലും അദ്ദേഹം ഈ നിമിഷത്തിൽ മന്ത്രിസഭയിൽ ചേരും എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ട വകുപ്പുകൾ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലെ ജോസഫ് വാഴക്കനെ പോലെയുള്ളവർക്ക് എന്തെങ്കിലും സ്ഥാനം നൽകുകയും ചെയ്യേണ്ടി വരും എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ആവശ്യം. മറ്റു കാര്യങ്ങൾ വഴിയെ കാണാം. കോൺഗ്രസിന് ഗ്രൂപ്പ് പ്രവർത്തനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് പ്രവർത്തനത്തെ നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അത് എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും ബുദ്ധിമുട്ട് സതീശന് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എക്കണോമിക്കൽ പൂച്ചപ്പെട്ട് കിടക്കുന്ന ഒരു ഖജനാവാണ് സതീശന് ലഭിച്ചിട്ടുള്ളത്. ഖജനാവിൽ കാര്യമായിട്ടൊന്നുമില്ല എന്ന് സതീശന് തന്നെ നന്നായിട്ട് അറിയാം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാന 5 പരിപാടികൾ ഒരുപാട് പണം വേണ്ടവയാണ്. സൗജന്യ യാത്ര, ക്ഷേമ പെൻഷനുകൾ കൂടുന്നു, 1000 രൂപ കോളേജ് വിദ്യാർത്ഥികൾക്ക്, ഇൻഷുറൻസ് 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, ആശാവർക്കർമാരുടെ ശമ്പള വർധന മുതലായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ മുന്നിലേക്ക് വരാം. അതിന് വേണ്ട പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളത് വേറെ ഒരു ചോദ്യം തന്നെയാണ്. കിഫ്ബി വഴി കടമെടുപ്പ് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. കിഫ്ബി വഴി കടമെടുക്കുന്നതിനെ ശക്തമായി എതിർത്ത ആളാണ് സതീശൻ. അത് കേന്ദ്രം ഇതിന്റെ ഒപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നിയമസഭയിൽ പരസ്യമായി വാദിച്ച ആളാണ് സതീശൻ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ എക്കണോമിക്കൽ ഡിസിഷൻസ് എടുക്കാൻ. ഒരിക്കൽ നൽകിയ കാര്യങ്ങൾ തിരികെ എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സൗജന്യയാത്ര നടത്തി KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ലാതെയാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളവും ജോലി ചെയ്ത് കഴിഞ്ഞവർക്കുള്ള പെൻഷനും നിഷേധിച്ചു കൊണ്ടാവരുത് ഈ കാര്യങ്ങൾ എന്ന് വൃത്തിയായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. ജോലി ചെയ്തതിന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമര കോലാഹലങ്ങൾ വിശേഷിച്ച് CPM ഒപ്പോസിഷനിലാവുമ്പോൾ എത്രമാത്രം ഉണ്ട് എന്നൊന്ന് ഓർത്താൽ സതീശന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാരണം CPM ആണ് ഒപ്പോസിഷനിൽ എന്നതാണ്. CPM ഭരണപക്ഷത്തായിരുന്നത് കൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതിനുള്ള ഒരു കാരണം എപ്പോഴാണോ പ്രതിപക്ഷത്ത് മറ്റു വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ CPM അനുവദിക്കില്ല എന്നത് തന്നെ. ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടിച്ച ആൾക്കാർ തന്നെയാണ് അത് തുറന്ന് പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ക്രെഡിറ്റ് എടുത്തത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിനെതിരെ സമരം ചെയ്ത ആൾ അതിൻ്റെ ചെയർമാനായിരുന്നു. നാഷണൽ ഹൈവേ വന്നാൽ, എക്സ്പ്രസ് ഹൈവേ വന്നാൽ
രാജ്യം വിഭജിക്കപ്പെടും എന്ന വർത്തമാനം പറഞ്ഞ ആൾക്കാർ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയവ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് അവരുടെ ഒരു രീതിയാണ്. തീക്ഷ്ണമായ സമരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. SFI മുതൽ DYFI മുതൽ മഹിളാ മോർച്ച വരെ എല്ലാവരും തുടങ്ങാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ KSRTC ബസ്സിലെ സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾ മഹിളാ മോർച്ചയ്ക്ക് കീഴിൽ സമരം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തുടർന്ന് എങ്ങനെയായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. പിണറായി വിജയൻ ഇതൊരു പേഴ്സണൽ വെൻഡേറ്റയായിട്ട് എടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ആരോഗ്യപരമായി അദ്ദേഹത്തിന് അത്ര സുഖമില്ല. എന്നിട്ടും VD സതീശനാണ് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതാക്കിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരു ടിറ്റ് ഫോർ ടാറ്റ് പോലെ അദ്ദേഹം എടുത്തിരിക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി ഉള്ള ഒരു കാരണം BJPയുടെ വരവാണ്. BJPക്ക് 3 മെമ്പർമാരുണ്ട്. സാധാരണ ഒരു മെമ്പറായിരുന്നു ഉണ്ടായിരുന്നത്, നേമം സീറ്റിലെ രാജഗോപാൽ ഒരു പ്രതിപക്ഷമേ ആയിരുന്നില്ല. ഉദാഹരണത്തിന് ഫാം ബില്ല് വന്നപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുന്ന കൂട്ടത്തിൽ വോട്ട് ചെയ്യുകയുണ്ടായി. എന്താണെന്ന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും എതിർക്കപ്പെടണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ പ്രായാധിക്യം മൂലമാവാം, സീനിയോറിറ്റി മൂലമാവാം, എല്ലാവർക്കെതിരെ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടി വരുന്നതിനാലാകാം അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാതെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. എന്നാൽ ഇനി വരാൻ പോകുന്നത് അങ്ങനെയായിരിക്കില്ല. ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അവതരിപ്പിക്കാൻ ഒരാൾ നോട്ടീസ് കൊടുക്കുകയും അതിനെ പിന്താങ്ങാനുള്ള ഒരു അംഗം ഉണ്ടാവുകയും വേണമായിരുന്നു. മുന്നേ അത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർക്ക് 3 അംഗങ്ങളുണ്ട്. ശക്തമായ പ്രതിപക്ഷ പ്രവർത്തനം BJPയും CPMഉം തമ്മിൽ മത്സരിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസ് എടുക്കുന്ന ഓരോ ഡിസിഷനും ന്യൂനപക്ഷത്തിന് അനുകൂലം, വിശേഷിച്ച് മുസ്ലിം സമുദായത്തിന് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാനും അതുമൂലം ന്യൂനപക്ഷ വർഗീയത ആരോപിക്കാനും BJP ശക്തമായി മുന്നിട്ടിറങ്ങും. നേരിട്ട് മുസ്ലിം ലീഗിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും CPMഉം ഇതേ ആക്രമണം അയച്ചുവിടും എന്ന് തന്നെ കാണാം. ഈ 2 കാര്യങ്ങളും സതീശന് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. IUMLന്റെ ഘടകകക്ഷിയായ IUMLന്റെ സപ്പോർട്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെ IUMLന്റെ പല കാര്യങ്ങൾക്കും സതീശന് കണ്ണടക്കേണ്ടി വന്നേക്കാം. അത് ഭാവിയിൽ ഒരു പ്രശ്നമായി ഭവിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പിന്തുണയേക്കാൾ സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചത് IUMLന്റെ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ട് ഇനി IUML ഉയർത്തുന്ന വാദങ്ങൾക്ക് ഒരു വർഗീയ നിറം പകർന്നുകൊണ്ട് സതീശനെ ആക്രമിക്കാൻ CPMഉം കോൺഗ്രസിലെ ഒരു വിഭാഗവും അതുപോലെ BJPയും തീർച്ചയായിട്ടും ശ്രമിക്കും. ഉദാഹരണത്തിന് തിരൂർ ജില്ല ഉണ്ടാക്കൽ അല്ലെങ്കിൽ തിരൂരങ്ങാടി ജില്ല ഉണ്ടാക്കൽ അത് വലിയൊരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. 5ാം മന്ത്രി സ്ഥാനം എന്നുള്ള പോലെ ഇനി ഓരോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമ്പോൾ അതിൽ വർഗീയത ആരോപിച്ച് ഒരു മത്സരം തന്നെ ഉണ്ടാവാം. അതിന് എന്താണ് ഉണ്ടാവുക എന്ന് മുന്നത്തെ മന്ത്രിസഭയിൽ VD സതീശൻ നേരെ ദൃക്സാക്ഷിയാണ്. അതുപോലെ തന്നെ 80-20 അനുപാതത്തിലുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിഭജനം കോടതി വഴി റദ്ദാക്കിയത് വീണ്ടും ചിലപ്പോൾ പുനഃസ്ഥാപിക്കാൻ IUML ആവശ്യപ്പെട്ടാൽ സതീശൻ എങ്ങനെ പെരുമാറും എന്നുള്ളത് തീർച്ചയായിട്ടും സഭാ നേതാക്കൾ നോക്കിക്കാണുകയാണ്. NSSന്റെ പ്രഖ്യാപനം ഓൾറെഡി വന്നു കഴിഞ്ഞു. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗാണ്, കോൺഗ്രസ്സുകാരല്ല എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം. ഇത്തരം നയങ്ങൾക്കെതിരെ എന്ന പോലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ സമരം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് നേതൃത്വം വളരെ പക്വതയോടുകൂടി ആ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ആ ജില്ലാ കമ്മിറ്റിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തതായി കണ്ടു. എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് പ്രതിപക്ഷം കോൺഗ്രസിനെ ഒരു ന്യൂനപക്ഷ വർഗീയത ആരോപിച്ചുകൊണ്ട് വരാനുള്ള സാധ്യത വളരെയധികമാണ്. അത് സതീശൻ കരുതിയിരിക്കേണ്ടതായിട്ട് വരും. ഇനി പറയാനുള്ളത് ഒരു പാമ്പ്, പഴുതാര, വേതാള മുതലായവയെ നിറയെ മുദ്രകളുള്ള ഒരു പുഴ കടത്തുന്ന ബോട്ടിന്റെ ക്യാപ്റ്റനാണ് സതീശൻ എന്നതാണ്. വളരെ ബുദ്ധിമുട്ടേറിയ, വളരെയേറെ വിമർശനം ഏറ്റുവാങ്ങാവുന്ന ഒരു ജോലിയാണ്. എങ്കിലും തീർച്ചയായിട്ടും സതീശൻ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായി ശക്തമായ സാന്നിധ്യം അറിയിച്ചു. അതുപോലെ തന്നെ
നേരെ മുഖ്യമന്ത്രിയായിക്കൊണ്ട് തൻ്റെ ശക്തി തെളിയിക്കും. മിറാക്കിൾസ് ഡു ഹാപ്പൻ, വിൽ ഹാപ്പൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരു നല്ല ഗവൺമെൻറ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവട്ടെ. നല്ല സത്യസന്ധമായി അഴിമതിയില്ലാത്ത ഭരണം തുടർന്നും പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.